ഹലോ എവറി വൺ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംചു. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ പ്രതികരണം എത്തിയിരിക്കുകയാണ്. നടൻ ആസിഫ് അലി രമേശ് നാരായണൻ വിവാദത്തിൽ ആസിഫ് അലിയുടെ പ്രതികരണം ഒരു പ്രസ് മീറ്റിലൂടെ അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. വളരെ പക്വമായ ആ പ്രതികരണം കൊണ്ട് ഈ വിവാദത്തിനൊരു ശുഭകരമായ പര്യവസാനം ഉണ്ടായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ പ്രസ് മീറ്റിൽ രമേശ് നാരായണൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ആസിഫ് അലിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ട്രൈ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം എന്തൊക്കെ കൃത്യമായി പറയണം, ഈ സംഭവത്തിൽ എന്തൊക്കെ പ്രതികരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആസിഫ് അലി ഈ പ്രതികരണം നടത്തുകയാണ് ചെയ്തത്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വളരെ പക്വമായ, വളരെ വിനയത്തോടെയുള്ള, വളരെ ലളിതമായ ഒരു പ്രതികരണമാണുണ്ട്. മാസ് ഡയലോഗില്ല, രൂക്ഷമായ പ്രതികരണങ്ങളില്ല, ഒന്നുമില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ കുറച്ചുകൂടി നല്ല രൂക്ഷമായ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമുക്ക് അവരുടെ ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത്. അങ്ങനെ അവർ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മളിത് ആദ്യമായിട്ടല്ല കാണുന്നത്. നടീനടന്മാരും കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രതികരിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. അവർ നന്നായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യകാരനായ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെതിരെ വരെ രൂക്ഷമായി പ്രതികരണം നടത്തിയ നടീനടന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏറ്റവും ഉയർന്ന തരത്തിൽ ചിന്തിക്കുന്ന ഉയർന്ന സാഹിത്യകാരനായ, പ്രസംഗകലയുടെ കേരളത്തിലെ തമ്പുരാനായ, കേരളത്തിൻ്റെ സാഗരഗർജനം എന്ന് പറയുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ വരെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ളവർക്ക് ആ സുകുമാർ അഴീക്കോടിനേക്കാൾ വലിയ ആളല്ല രമേശ് നാരായണൻ. അപ്പോൾ ആസിഫ് അലിയിൽ നിന്നും നമുക്കങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് വേണം മാധ്യമത്തിൽ നിന്ന് ഒരു ചോദ്യം, അവർ വിചാരിക്കുന്നത് പോലുള്ള പ്രതികരണം കിട്ടാഞ്ഞിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു പ്രത്യേക രീതിയിൽ ചോദ്യം ചോദിക്കുകയും ചെയ്തു. ആ ചോദ്യം വേണമെങ്കിൽ നമുക്ക് കാണാം. ഇപ്പൊ മനസ്സിലൊരു വേദന തട്ടിയിട്ടില്ലെങ്കിൽ അങ്ങ് എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ടേഴ്സിനോട് നന്ദി പറയുന്നത്? എന്തുകൊണ്ട് ഒരു സപ്പോർട്ടർ ആവശ്യമില്ലല്ലോ? അപ്പൊ അങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമില്ല. ഒരു കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട്. നമ്മൾ ഈ കാര്യത്തിലല്ല. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അഗെയിൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെന്റെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാനത് ആ നന്ദി പറഞ്ഞത്. താങ്കൾ അപമാനിക്കപ്പെട്ടില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമായി അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുകയും അദ്ദേഹം ഒരു ചിരിക്കുകയും ചെയ്തു. അദ്ദേഹം അന്ന് ആ സ്റ്റേജിൽ വെച്ച് ചിരിച്ചതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചിരിയായിരുന്നു. ആ ചിരിയിലുണ്ടല്ല, അദ്ദേഹം അപമാനിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന് വേദന ഉണ്ടായിട്ടും അത് പുറത്ത് കാണിക്കാതെയുള്ള ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി വളരെ കൺസ്ട്രക്റ്റീവായ രീതിയിലുള്ള ഒരു മറുപടി ആസിഫ് അലിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹം ഒരു ചിരിയോടെ അതിന് മറുപടി പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ് മീറ്റിൽ എനിക്ക് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപമാനം ഏറ്റതായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തായാലും ഒരു വേദന ഉണ്ടായിട്ടുണ്ട്, തഴയപ്പെട്ടതിലൊരു വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹം പുറത്ത് കാണിക്കുന്നില്ല. ആ ചിരിയിലൊതുക്കി ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. വളരെ പക്വമതിയായ, വളരെ പക്വമായ, ഏറ്റവും ഈ സംഭവത്തിന് അല്ലെങ്കിൽ ഈ സന്ദർഭത്തിന് അനുയോജ്യമായ തരത്തിലുള്ളൊരു പ്രതികരണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിന് ചിലർ മതത്തിൻ്റെ നിറം നൽകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനൊരു കാര്യം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നു. അത് രമേശ് നാരായണനും അങ്ങനെ ഇതിനൊരു മതത്തിൻ്റെ നിറം ചാർത്താനായിട്ട് ശ്രമിച്ചു എന്നെവിടെയും നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റോ അല്ലെങ്കിൽ ആ സ്റ്റേജിലെ സംഭവ വികാസങ്ങളെല്ലാം പരിശോധിച്ചാലും അങ്ങനെ ഇതിനേതെങ്കിലും മതത്തിൻ്റെ ഭാഗമായിട്ട് വേറിട്ട് കാണുന്ന രീതി എവിടെയും അവലംബിച്ചതായിട്ട് നമ്മളെവിടെയും കണ്ടിട്ടില്ല, നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ഒരു കാര്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെതിരെ കൂടിയാണ് ആസിഫ് അലി ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതിലപ്പുറം നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ആസിഫ് അലിയുടെ ആ പുഞ്ചിരിയോടെയുള്ള മറുപടി, അതോടെ ഈ സംഭവത്തിന് ഒരു ശുഭകരമായ അവസാനം ഉണ്ടായിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആസിഫ് അലി ചിരിച്ചുകൊണ്ട് മുന്നേറുക. ഈ കേരള ജനത ഒന്നാകെ നിങ്ങളുടെ ഒപ്പമുണ്ട്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.